ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ പ്രോൺസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ഗാർലിക് പ്രോൺസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാം. ഇത് വളരെയധികം ഡെലിഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടർ റെസിപ്പിയാണ്. ഒരു വട്ടം ഉണ്ടാക്കിയാൽ നിങ്ങൾ പിന്നെ കൊഞ്ച് ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പം, വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ചില്ലി ഗാർലിക് പ്രോൺസിൻ്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ ഗാർലിക്കിൻ്റെ നല്ല ഫ്ലേവർ ആണെന്ന്. ഇത് നമുക്ക് ഫ്രൈഡ് റൈസും നൂഡിൽസും പാസ്തയ്ക്കും ഒക്കെ നല്ലൊരു സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യാം. എന്നാൽ താമസിക്കാതെ എങ്ങനെയാണ് ചില്ലി ഗാർലിക് പ്രോൺസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ആദ്യം തന്നെ നമുക്ക് നല്ല വലിയ സൈസിലുള്ള പ്രോൺസ് ഒരു 500 ഗ്രാം നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 കപ്പ് കോൺഫ്ലവർ, 1/4 കപ്പ് മൈദ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പ്രോൺസ് ഒന്ന് ഈ പൊടികളിൽ ഒന്ന് കോട്ടായതിന് ശേഷം നമുക്കിതിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. ഈ പൊടികളൊക്കെ പ്രോൺസിൽ ഒന്ന് കോട്ടാകുന്ന ഉള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഒരു കടായിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓരോന്നായി ഈ കോട്ട് ചെയ്ത കൊഞ്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഞാൻ മീഡിയമാണ് വെച്ചിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കേണ്ടത്. പ്രോൺസ് വേകാൻ ഒരുപാട് സമയം വേണ്ട. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പ്രോൺസിൻ്റെ കുക്കിംഗ് ടൈം വളരെ കുറവാണ്. ഒരു 3-4 മിനിറ്റ് മതി പ്രോൺസ് ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട്. കൂടുതൽ നേരം വെച്ചാൽ പ്രോൺസ് റബ്ബറി ആകും. 3-4 മിനിറ്റ് ആയി ഒന്ന് കളർ മാറുന്നത് വരെ നമ്മളൊന്ന് ഇത് വറുത്തെടുക്കും. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇതുപോലെ എല്ലാ പ്രോൺസും നമുക്ക് വറുത്ത് മാറ്റാം. ഇതുപോലെ എല്ലാ പ്രോൺസ് വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കി പ്രോസസ്സും ഇതേ എണ്ണയിൽ തന്നെ ചെയ്യാം. അതിനായിട്ട് 2-3 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ട് ബാക്കി എണ്ണ നമുക്ക് കോരി മാറ്റാം. എന്നിട്ട് ഇതിൽ 2.5 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, 1/2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, 2-3 അരിഞ്ഞ പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് നമുക്ക് വഴറ്റാം. ഇത് ചില്ലി ഗാർലിക് പ്രോൺസ് ആയതുകൊണ്ട് വെളുത്തുള്ളി കുറച്ച് അധികം തന്നെ ചേർക്കണം. ഇത് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 മിനിറ്റിന് ശേഷം നമുക്ക് സവാള ഇതുപോലെ ഡൈസ് ആക്കി അരിഞ്ഞത് ഒരെണ്ണം ചേർക്കാം. എന്നിട്ട് ക്യാപ്സിക്കമും നമുക്ക് ഇതുപോലെ തന്നെ ഡൈസ് ആക്കിയ ഒരെണ്ണം ചേർക്കാം. ഇതൊന്ന് നമുക്ക് ടോസ് ചെയ്ത് എടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ടോസ് ചെയ്യണം. 1 മിനിറ്റ് ശേഷം ഇതിൽ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് ഇളക്കാം. ഇതും ഒന്ന് ടോസ് ആയതിനു ശേഷം നമ്മളിതിൽ 1/4 കപ്പ് ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ വിനീഗർ, 2.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ല സോസി ആയിട്ടുള്ള ചില്ലി ഗാർലിക് പ്രോൺസ് ആണിത്. ഈ സോസൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതിൽ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കാം. പ്രോൺസ് ഈ സോസിൽ നമുക്ക് നല്ലതുപോലെ ടോസ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഈ പ്രോൺസ് ഇങ്ങനെ ടോസ് ചെയ്തെടുക്കുമ്പം ഇതിനകത്ത് ഉള്ള ആ സോസിൻ്റെയും വെളുത്തുള്ളിയുടെയും എല്ലാം ഫ്ലേവറും ഈ പ്രോൺസ് നല്ലതുപോലെ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഈ ചില്ലി പ്രോൺസ് വളരെയധികം ടേസ്റ്റി ആയിട്ട് ഇരിക്കും. അതിനുശേഷം നമ്മളിതിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ലാസ്റ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അവസാനമായി സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും വേണമെങ്കിൽ കുറച്ച് ഉള്ളിയിലയും കൂടെ ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം. അടുത്ത വട്ടം പ്രോൺസ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇതുണ്ടാക്കി ചൂടായിട്ട് കഴിച്ചു നോക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം, എന്നെ എൻകറേജ് ചെയ്യണം. എന്നാൽ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സിമ്പിൾ കുക്കിംഗ് ലാബ്.